ഹായ് ഗൈസ്, എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ഈ തൊപ്പിയും കുപ്പിയും പാട്ടനെ എല്ലാം അറിയായിരിക്കും. ഈ MRCT ഗ്യാങ്, അതിലെ കുറെ മെമ്പേഴ്സ് ആദ്യം കുറെ ലൈവ് സ്ട്രീം കാര്യങ്ങൾ എന്തെല്ലോ സംഭവങ്ങൾ കുറെ ഷഡ് ഇട്ട് തുള്ളുന്ന അങ്ങനത്തെ നിങ്ങൾക്ക് ഇവരെ ഈ ഒരു ഗ്യാങ് നിങ്ങൾക്ക് എന്തായാലും അറിയുന്നതായിരിക്കും. ഞാൻ അതിനെപ്പറ്റി അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ തോന്നിവാസത്തിന് യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ മൊത്തത്തിൽ ഒരു പേര് വന്നിട്ടുണ്ട്. എന്റെ അടുത്ത് ആരെങ്കിലും വന്നിട്ട് നിന്റെ പണി എന്താ, നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരെടുത്തു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, യൂട്യൂബർ ആണ് ഞാൻ പറയലില്ല. ഞാൻ പറയാ ഞാൻ ഇങ്ങനെ പഠിച്ചു കുറച്ചു കാലം കഴിഞ്ഞാൽ ദുബൈയിലേക്ക് പോകും, അവിടെ എന്തെങ്കിലും പണി. കാരണം എനിക്ക് യൂട്യൂബർ, ഞാൻ കണ്ടന്റ് ക്രിയേറ്റർ എന്നാണ് എനിക്ക് കുറച്ച് മടിയായിരുന്നു. ഇപ്പൊ അടുത്തെങ്ങാനും എനിക്ക് അറിയുന്ന ആളായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അടുത്ത് എന്റെ പണി എന്താ ചോദിച്ചാലോ എനിക്ക് പെട്ടെന്ന് പറയാൻ കിട്ടിക്കില്ല. അപ്പൊ എന്റെ അടുത്ത് അറിയാണ്ട് ഞാൻ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, യൂട്യൂബർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു പറയാ മറ്റേ തൊപ്പിയെല്ലാം കാണിക്കുന്ന പോലത്തെ തോന്നിവാസം വല്ലതാണോ? എടാ അത് അന്നേരം എത്തി ഇവര് കുറച്ച് ആൾക്കാർ ഇമാതിരി തോന്നിവാസം കാണിച്ചിട്ട് ഇപ്പൊ എല്ലാ ആൾക്കാരും ഇതേപോലെയാണ് ഇപ്പൊ ആക്കി വെച്ചിട്ടുള്ളത്. ആൾക്കാർ നിങ്ങൾ നോക്കിക്കോ മോനെ, ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ആണെങ്കിലും വ്ളോഗിംഗ് കമ്മ്യൂണിറ്റി ആണെങ്കിലും ഇനി സ്ട്രീമിംഗ് കമ്മ്യൂണിറ്റി ആണെങ്കിലും നിങ്ങൾ എല്ലാ ആൾക്കാരെയും ഇപ്പൊ യൂട്യൂബറാന്ന് പറയുന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്യുന്നത് ഈ തൊപ്പിയുടെ ഗ്രൂപ്പിന്റെ അപരാധം. ഈ യൂട്യൂബേഴ്സ് എല്ലാവരും ഇതാ ഇങ്ങനെ നടക്കുന്നേ, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പെണ്ണുവെടി, ഡ്രഗ്സ്, കഞ്ചാവ്, അതും വിചാരിച്ചിട്ട് എല്ലാ ക്രിയേറ്റേഴ്സും എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെയല്ല. കാരണം ഇവർ ചെയ്തു വെച്ച കാര്യം കൊണ്ട് ഇപ്പൊ എല്ലാ ആൾക്കാരും ഇങ്ങനെയാന്ന് വിചാരിക്കുന്നത്. അവിടെ ഒരു ചെമ്പ് നിറച്ചും പായസം ഉണ്ട്, അതിന്റെ അകത്ത് ഒരു തുള്ളി പല്ലിമൂത്രം വീണാ പോയില്ലേ, അതേപോലെ അവസ്ഥ. ഇവനൊക്കെ ലേവിൽ വന്നിട്ട് എന്തെല്ലാം കോണച്ച് കുറെ പൈസ ഉണ്ട് എന്റെ അടുത്ത് കുറെ പൈസ ഉണ്ടടാ, ഞാൻ അങ്ങനെ ആക്കൂടാ ഇങ്ങനെ ആക്കൂടാ. ആൾക്കാർ കറക്റ്റ് ഇപ്പൊ എന്താ വിചാരിക്കുന്നുണ്ട്, നമ്മൾ യൂട്യൂബേഴ്സ് എല്ലാ ആൾക്കാർക്കും കുറെ പൈസ കിട്ടുന്നുണ്ട്. ചെറിയ ക്രിയേറ്റേഴ്സ് ആണ് ശരി, വലിയ ക്രിയേറ്റേഴ്സിന് ആരാണെങ്കിൽ ശരി, കുറച്ച് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്കെല്ലാം വലിയ പൈസ, എനിക്കെല്ലാം കോടിക്കണക്കിന് ഉറപ്പ് കിട്ടുന്നുണ്ട്. അത് വേറെ കാര്യം, ഞാൻ പറയാൻ പറ്റുമോ, എനിക്ക് കോടിക്കണക്കിന് ഉറപ്പ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും പൈസ കിട്ടുന്നതുകൊണ്ട് ഇവരൊക്കെ എന്തായാലും ഇമാതിരി തോന്നിയാസം കാണിക്കുന്നതിൽ ഒരു അതിശയമില്ല. ഇങ്ങനെ ആൾക്കാരെ വിചാരിക്കുന്നത് വെറുതെ കിട്ടുന്ന പൈസ, വെറുതെ കിട്ടുന്ന ഇത്, അപ്പൊ പിന്നെ കള്ളു കുടിക്കുക, കഞ്ചാവ് കുടിക്കുക, എന്താക്കാം, ഒരു പ്രശ്നമില്ല. അല്ല, ഈ യൂട്യൂബേഴ്സ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ലൈഫ് സ്റ്റൈൽ ഏകദേശം ഇങ്ങനെ വിലയിരുത്തുന്ന ആൾക്കാർ ഇവര് ചെയ്ത തെണ്ടിത്തരത്തിന് കമ്മ്യൂണിറ്റി മൊത്തമായിട്ട് ഇപ്പൊ കേട്ട് തുടങ്ങുന്നുണ്ട്. ഞാനിത് ചുമ്മാ പറയുന്നതല്ല, ഇതിങ്ങനെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കാൻ തുടങ്ങും പല സ്ഥലത്തുനിന്നും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണെങ്കിൽ നീയൊക്കെ ഇപ്പോഴും എന്തിനാ ഇവനൊക്കെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഇപ്പോഴും പ്രോപ്പർ ആയിട്ട് കൊറിയാക്ക് എന്താ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ട് അങ്ങ് പോവാ. കാരണം ഇവർ കുറെ യൂട്യൂബിൽ ഇതിന്റെ പാർട്ട് ഇടുന്ന, കുറെ കിക്കി കൊണ്ടുപോയി പാർട്ട് ഇടുന്നത്, അതിന്റെ കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത്. അപ്പൊ ഇതൊക്കെ എല്ലാം കൂട്ടി ഇതാക്കിയാൽ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പൊ കൊറിയാക്ക് ചില കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ പറയാം, MRCT ഗ്യാങ് എന്ന് പറഞ്ഞ ടീംസ്, അതിന്റെ അകത്ത് ഈ തുപ്പി കുപ്പി പാട്ട മോമോ ജീമോ ജാമോ അങ്ങനെ പറ്റി കുറെ എണ്ണം. ഞാൻ ഇവരൊന്നും ഇന്നേ വരെ ഫോളോ ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. ഇവരൊക്കെ ആദ്യം ഏറ്റവും തലതെറിച്ച രീതിയിലാണ് വന്നത് യൂട്യൂബിൽ. ലൈക്ക് ഏറ്റവും അലമ്പെന്ന് അവർ കുറച്ച് സ്റ്റാൻഡേർഡിലേക്ക് പോയി, അത്യാവശ്യം കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവരുടെ ടീമിലെ കുറെ ആൾക്കാരുണ്ട്. അവർ ആ ടീമിന്റെ ഇടയിൽ എന്തൊക്കെയല്ലോ പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് ഇവരെല്ലാവരും അടിയായിട്ട് ഇപ്പൊ ഓരോരുത്തരും ഓരോ ചാനൽ തുടങ്ങി. അവിടെ നടന്ന കാര്യങ്ങൾ, അവിടെ നടന്ന ഇതൊക്കെ പബ്ലിക്കലി വന്നിട്ട് അത് പ്രൂഫ് ഉണ്ട്, ഇത് പ്രൂഫ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരാം. ഒരു കാര്യത്തിന് ഈ ഷമീർ, കുമീർ, ഈ മോമു എന്നെല്ലാം പറയുന്ന ടീംസിനോട് അവര് ഫുള്ളായിട്ട് തെറ്റുകാരാന്ന് എല്ലാ ആൾക്കാരും കുറ്റപ്പെടുത്തി പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ ഞാൻ പറയാം, ഇവനൊക്കെ എക്സ്പോസ് ചെയ്തത് കൊണ്ട് ഇവന്റെയൊക്കെ ശരിയായ സ്വഭാവം മനസ്സിലായി. ഇനി മറ്റേ തൊപ്പിയും കുപ്പിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇവരൊക്കെ കാര്യങ്ങൾ ഇതാക്കിയത് കൊണ്ട് അതും മനസ്സിലായി. ഇവർ രണ്ടാൾക്കാർ നല്ലതാണ് ഞാൻ ഒരിക്കലും പറയില്ല. ഇവർ രണ്ടാളെ ഭാഗത്ത് ഞാൻ നിൽക്കുന്നില്ല. ഇവർ ഒരു ക്ലിപ്പ്, ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനും പോകുന്നില്ല, ഒരു തെളിവ്. ഇതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ ഓൾറെഡി യൂട്യൂബിൽ അതിലെല്ലാം ഉണ്ട്, വേണമെങ്കിൽ കണ്ടാൽ മതി. കാണണ്ടെന്ന് ഞാൻ പറയുള്ളൂ, ട്രോമിയാവും. ഒരുപാട് പെൺപിള്ളേര്, ഒരുപാട് ആൺപിള്ളേർ ഇവന്മാർ ഈ അപരാധമൊന്നും കാണാൻ ആഗ്രഹിക്കാത്ത ഇഷ്ടം പോലെ ആൾക്കാർ സോഷ്യൽ മീഡിയയിലുണ്ട്. ഈ എഡിറ്റേഴ്സ് കുറെ ആൾക്കാർ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളോ കണ്ട് ഈ സാധനം പിന്നെയും എഡിറ്റ് ചെയ്തിട്ട് എന്തിനാ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുപോയിട്ട് ഈ ആൾക്കാർ കാണാൻ ആഗ്രഹമില്ലാത്ത ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നിറയ്ക്കുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. രാവിലെ എണീച്ചിട്ട് നോക്കുമ്പോൾ ഓരോരുത്തരുടെ കുലിസിത പ്രവൃത്തികളാണ് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത്. ഇത് ഇൻസ്റ്റാഗ്രാം ആണല്ലോ മറ്റേത് അല്ല വേറെ എന്തെങ്കിലും മറ്റേ സൈറ്റ് എങ്ങനെയാണെന്നല്ല ഇപ്പൊ തോന്നിപ്പോകുന്നത്. അങ്ങനത്തെ രീതിയിൽ ഒരുത്തന്റെ കുലിസിതം കഴിഞ്ഞ് നോക്കും മറ്റവന്റെ കുലിസിതം. അപ്പൊ ഇവരെ ടീം അങ്ങോട്ടും ഇങ്ങോട്ട് അടിയായിട്ട് പാടുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ജാസിം, അമ്മു, കുമ്മു എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ടീം അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരാണ് ഏറ്റവും ഫസ്റ്റ് വീഡിയോ ഇട്ടത്. അവർക്ക് ഈ ഗ്യാങ് ഹൗസിൽ കുറെ അബ്യൂസിങ് ഉണ്ടായിട്ടുണ്ട് പോലും, പൈസ കൊടുത്തിട്ടുള്ള പോലും, പട്ടിപ്പണി എടുത്തിട്ടുണ്ട് പോലും, ഷഡ്ഡി കഴിപ്പിച്ചിട്ടുണ്ട് പോലും, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെ വീഡിയോ ഇട്ട്. ഇവരെ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താന്ന് പറയുക, ഇവർ ആ വീഡിയോ ഇട്ടതല്ല, ഇവന്റെ മുഖം മൂടി അയച്ച സമയത്ത് ഇവര് ചെയ്ത തെറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ഇത്രയും കൊല്ലം ഓൻ്റെ ഒപ്പം
നിന്നിട്ട് ഇതെല്ലാം എൻജോയ് ചെയ്തിട്ട് ഇതെല്ലാം മൊത്തമായിട്ട് എൻജോയ് ചെയ്തിട്ട് ആടെ നിന്നിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ആടത്ത് പൈസ തന്നിക്കില്ല അപ്പം തന്നെ ഇറങ്ങിപ്പോവാനുള്ള നീയൊക്കെ പെണ്ണാണ് അല്ല നീയൊക്കെ ഓന്റെ ഭാര്യയാണ് ഓൻ പറയുന്നതും കേട്ടിട്ട് അപ്പാട് പൈസ തന്നിക്കില്ല 2 മാസം 3 മാസമായിട്ട് പൈസ തന്നിക്കില്ല പക്ഷെ നീ 2-3 കൊല്ലം ഓന്റെ ഒപ്പം നിന്ന് 1-2.5 കൊല്ലം അങ്ങനെ ഓന്റെ ഒപ്പം നിന്ന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു അപ്പൊ ഒന്ന് എന്താ നിനക്ക് പൈസ തന്നിക്കില്ല ഇറങ്ങിപ്പോയി വല്ല കല്ലിന്റെ പണി എടുത്തൂടെ ഇവൻ പൈസ ഇവനാക്കുന്നതും കാത്തു നിൽക്കേണ്ട ആവശ്യമുണ്ടാ നിനക്കല്ലോ ഒരുത്തനെ കൊണ്ട് ഷഡ്ഡി അലക്കിപ്പിച്ച് ഓനിക്ക് ഷഡ്ഡി അലക്കാല്ലാണ്ട് ഓനിക്ക് പിന്നെ എന്താ ശരിക്കും പണി കൊടുക്കണ്ടേന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഓനിക്ക് അത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ട് ഞാൻ ഇവരെ മാത്രം കുറ്റം പറയുന്നില്ല ഞാൻ 2 സൈഡ് ഞാൻ പറഞ്ഞുതരാം ഇതൊക്കെ അവർ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു ഒരുത്തൻ പറഞ്ഞ അവന്റെ പെങ്ങളെ മംഗലത്തിന് പൈസ വെച്ചിട്ട് തൊപ്പി കൊടുത്തിക്കില്ല വേറെ തന്റെ പൊരയൊക്കെ എന്തായിരുന്നു മൊത്തമായിട്ട് ഓടൊക്കെ പൊട്ടി പൊളിഞ്ഞായിരുന്നു അപ്പോ അത് റിപ്പയർ ആക്കാൻ തൊപ്പി സഹായിച്ചില്ല വേറെത്തൻ പറഞ്ഞു ഓനെ ഡ്രഗ് കുടിപ്പിച്ചു പോലും ഓനെ കൈയും കാലം കെട്ടിയിട്ടിട്ടാണ് കുടിപ്പിച്ചത് അപ്പൊ ഒരു കൊല്ലം ഇങ്ങനെ കുടിപ്പിച്ചുകൊണ്ടിരുന്നു ഓൻ ആരുടെ പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഓനിക്ക് പറയാൻ തോന്നി ഇപ്പോഴും വെളിവും വെള്ളിയാഴ്ച വന്നു ഓക്കെ അപ്പൊ ഇത്ര കാലം ഓനെ കെട്ടിയിട്ടിട്ട് തൊപ്പി ഇങ്ങനെ ബായിക്കകത്ത് ഓസില് ഓസ് കുത്തിയിട്ട് പൈപ്പിൽ നിന്ന് തുറന്നിട്ട് ഡ്രഗ് ഇങ്ങനെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് എനിക്ക് പറയാനുള്ള സമയം കിട്ടിയില്ല ഇന്നലെയാണ് മോഡലിലെ തീർന്നത് ഡ്രഗ് അപ്പൊ എനിക്ക് പറയാനുള്ള ഇത് വന്നു എടാ കോമൺ സെൻസ് വെച്ച് തിങ്ക് ചെയ്താൽ മനസ്സിലാകുന്ന കാര്യമാണ് നീയൊക്കെ ഈഗോന്റെ പേരിൽ അതായത് നിനക്കൊക്കെ ഒരു ആവശ്യം വന്ന സമയത്ത് അവന്റെ അടുത്ത് നിന്ന് അത് കിട്ടാണ്ട് വന്നപ്പോ അവൻ കുറെ തോന്നിയാസം ചെയ്തിട്ടുണ്ടാവും കുറെ തോന്നിയാസം എന്താ ചെയ്ത് ആരും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല എല്ലാ ആൾക്കാരും തോന്നിയാസങ്ങൾ ഓരോന്ന് കാണിക്കും ഓക്കെ അപ്പൊ ഓൻ ഇത്രയും തോന്നിയാസം കാണിച്ചത് ഇത്ര കാലം നീ ഓന്റെ ഒപ്പം ഇരുന്ന് അതൊക്കെ എൻജോയ് ചെയ്തിട്ട് ആ സമയത്തൊന്നും അത് വന്ന് പറയാണ്ട് നിനക്ക് കിട്ടാനുള്ള സാധനം ചോദിച്ചപ്പോ കിട്ടാണ്ടായപ്പോ നീ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അത് വന്ന് പറയുക നീ എന്ത് ന്യായം ഉള്ളത് എനിക്ക് ഇത് കേട്ടിട്ട് അപ്പോഴും നമ്മളെല്ലാവരും നിന്റെ ഭാഗത്തൊക്കെ നിൽക്കുവാനും കേരളത്തിലെ എല്ലാ ആൾക്കാരും നിന്റെ ഒക്കെ ഭാഗത്ത് നിൽക്കുവായിരുന്നു എങ്ങനെയാണെന്നറിയോ നിനക്ക് ഇങ്ങനെ ഇത്ര അബ്യൂസോ നിന്നെ മറ്റേ ഷഡ്ഡി കഴിപ്പിച്ചിട്ടുണ്ടെങ്കിലോ നിനക്ക് തിന്നാൻ തന്നിക്കില്ലെങ്കിലോ നിനക്ക് പൈസ തരാണ്ട് അവിടെ പട്ടിപ്പണി എടുത്ത് നിന്നെ അവിടെ മറ്റേതാക്കിയിട്ടുണ്ടെങ്കിൽ നീ ആ സ്പോട്ടിലെടുത്ത് പറയണായിരുന്നു എന്തിനി അവിടെ നിന്ന് ഇറങ്ങണേ അന്ന് നിന്റെ ഭാഗത്ത് നിന്നിട്ടുണ്ടായി എല്ലാ ആൾക്കാരും അല്ലാണ്ട് ഇത്രയും കാലം ഓന്റെ ഒപ്പരം നിന്നിട്ട് ഓനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടാ ഓന്റെ ഒപ്പരം ഇത്രയും കാലം നീയൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇപ്പം വന്നിട്ട് തൊപ്പി മറ്റേ ഇങ്ങനെ ചെയ്ത് ഓന് ഇത്രയും ഓന്റെ സ്വഭാവം നിങ്ങൾ അറിയണം നീയൊക്കെ നല്ല സ്വഭാവം അതുകൊണ്ടാണല്ലോ നീ ഇത്ര കാലം മിണ്ടാണ്ടിരുന്നത് ഇപ്പം വന്ന് പറഞ്ഞത് ഇവിടെ ഒരു ഫ്രണ്ട് സർക്കിളില് എല്ലാ ആൾക്കാരും ഇപ്പൊ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട് എന്ന് വിചാരിക്കും അതിന്റെ അകത്ത് ഒരുത്തിന് ഇപ്പൊ ഇമാതിരി തോന്നിവാസം പറയും അത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൻ ആ തോന്നിവാസം പറയാൻ നിൽക്കുള്ളൂ അതിന്റെ അടുത്ത് ഇവന്മാർ ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു ഇവന്റെ അനുസരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഇനി തൊപ്പിച്ച് അല്ല മറ്റേ ഷമീർ മോമോ കൂമോ എല്ലാം പറയുന്ന കുറെ എണ്ണം ഓക്കെ ഇനി ഇവരങ്ങനെ പറഞ്ഞ ഫസ്റ്റ് വീഡിയോ ഇട്ട് ഷഡ്ഡി കഴിപ്പിച്ച് മറ്റേതാക്കി പൈസ കൊടുത്തിട്ടില്ല അത് പറഞ്ഞ് ഇത് പറഞ്ഞ് തൊപ്പി ഇങ്ങനെയാണ് തൊപ്പിന്റെ സ്വഭാവം ഇങ്ങനെയാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവനെയും കുറച്ച് ദിവസം മുമ്പ് ഒരു ലൈവ് ഇട്ട് ആ ലൈവിന്റെ അകത്ത് ഇവൻ കുറെ പ്രൂഫില്ലോ പൈസ കൊടുത്തതിനുള്ള പ്രൂഫ് ആ പ്രൂഫ് എല്ലാം കണ്ടാൽ തന്നെ മനസ്സിലായി ഇവൻ പൈസ ഒന്നും കൊടുത്തിക്കില്ല തൊപ്പി എന്ന് പറയുന്നത് കാരണം അതിന്റെ അകത്ത് അത് 5,000-10,000 ഒരു മന്ത്ലി ഫിക്സ്ഡ് ആയിട്ടുള്ള സാലറി ഒന്നും ഞാൻ അതിന്റെ അകത്ത് കണ്ടിട്ടില്ല പിന്നെ 500 2,000-3,000 ഇതൊക്കെ ചിലപ്പോൾ മറ്റേ ഇവന് മോമൂനെ കൊണ്ടും മറ്റവനെ കൊണ്ടല്ല മറ്റേ എന്തെങ്കിലും പുറത്തു പോയിട്ട് സാധനം വായിക്കാനും പച്ചക്കറി വായിക്കാനും ചിലപ്പോൾ കൊടുത്ത എന്തെങ്കിലും പൈസ ആയിരിക്കും അതൊക്കെ ആയിരിക്കും കാണിക്കുന്നത് എന്തെങ്കിലും ആട്ടെ വാട്ടർ നീ കൊടുത്തിക്കില്ല 1 ഉറുപ്പ്യ പോലും കിട്ടിയില്ല ഇവര് പറയുന്നു 1 ഉറുപ്പ്യ പോലും കിട്ടാണ്ട് അമ്മമാർ അവിടെ നിൽക്കൂല എന്ന് എനിക്ക് നല്ല ഇതുണ്ട് എനിക്ക് കിട്ടാണ്ടിരിക്കുക എന്തെങ്കിലും ആട്ടെ അത് കഴിഞ്ഞിട്ട് പലതിനുള്ള പ്രൂഫ് എന്തൊക്കെയല്ലോ കാണിച്ചു ഇവര് പറഞ്ഞ കുറെ അലിഗേഷൻസ് ഉള്ള കാര്യങ്ങളൊക്കെ പ്രൂഫ് കാണിച്ചു അതിന്റെ അകത്ത് ഇവനൊരു സംഭവം കാണിച്ചു അതായത് ഷമീർ എന്ന് പറയുന്ന ഒരുത്തന്റെ റൂമിൽ ഇരുന്നിട്ടുള്ള എന്തോ ഒരു കുലിസീതം അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിട്ട് അങ്ങോട്ടങ്ങ് കാണിച്ചു ആ സാധനം കുറെ എടുത്ത് എഡിറ്റ് ചെയ്ത് കണ്ട പെമ്പിള്ളേരും ആമ്പിള്ളേരും എല്ലാം അത് ചുമ്മാ എന്തിന്റെ ആവശ്യത്തിന് ഇവന്റെ സമാനം കാണണ്ട ഗതികേട് എന്ന് എനിക്ക് അറിയില്ല എന്നിട്ട് ബ്ലറാക്കി അതിന്റെ അകത്ത് എന്ത് ബ്ലറാ ഉള്ളേ എല്ലാം അമ്മ അങ്ങനെ തന്നെ കാണുന്ന ഒരു ഇത് ഇനി അതൊന്നും പോയി സെർച്ച് ചെയ്ത് കാണാൻ നിൽക്കല്ലേ ഞാൻ ചുമ്മാ ഇതിന്റെ ഒരു ഇത് സീരിയസ്നെസ് പറഞ്ഞിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതായത് ഈഗോ എന്നൊക്കെ പറഞ്ഞ പക്ക ഈഗോ ഇവർ ഇത്രയും അലിഗേഷൻസ് തൊപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇവരെ പ്രശ്നം എന്താ മീൻ ഇവർക്ക് പൈസ കിട്ടിക്കില്ല മറ്റൊരു ഓട് മാറ്റിക്കില്ല അവനെ ഷഡ്ഡി ഏൽപ്പിച്ചിക്കില്ല പിന്നെ എന്തായിരുന്നു പെങ്ങളെ പൈസ കൊടുത്തിക്കില്ല അങ്ങനത്തെ എന്തെല്ലാം ആയിരുന്നു പ്രശ്നം എനിക്ക് മര്യാദക്ക് അത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആ ഒരു പ്രശ്നം എന്തെങ്കിലും അതിനുള്ള എന്തെങ്കിലും സെറ്റിൽമെന്റാ അല്ലെങ്കിൽ വല്ല സോറിയാ അല്ലെങ്കിൽ ഇവർക്കെല്ലാം ചെയ്തു കൊടുക്കാന്ന് ആ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു കളവ് പറഞ്ഞാൽ ആ കളവ് ശരിയാക്കാൻ വേണ്ടിട്ട് 1000 കളവ് പറയണമെന്നാണ് അതാ ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത്
കളിക്കുന്നത് 2 ടീംസ്. ഒരു കളവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാക്കാൻ വേണ്ടി നമ്മൾ 1000 കളവ് പറയണം. പക്ഷെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞ്, അതിന്റെ അപ്പുറത്തിന് ഒന്നുമില്ല. അത് അങ്ങനെ പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ ഈ തൊപ്പി കുപ്പി എന്ന് പറയുന്ന ഇവനിക്ക് ഇത്ര പ്രശ്നം ഉണ്ടാവില്ല. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ലതാണ്. കാരണം ഇവന്റെ ഒക്കെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലായല്ലോ പുറത്ത്. ഇനി തൊപ്പി കുപ്പി എന്ന് പറയുന്നത് നല്ല മനുഷ്യനൊന്നുമില്ല കേട്ടാ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആരെടുത്താ ശരിക്ക് തെറ്റി, ആരാണ് ഏറ്റവും വലിയ ഇത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ഇപ്പൊ എന്തായി, ഓര് ചോദിച്ച പൈസ അതെല്ലാം കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രശ്നം തീരേണ്ട പ്രശ്നം. എന്നിട്ട് ഈഗോ വെച്ചിട്ട് അതിനെതിരെ മറ്റോന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അതിന്റെ ഒപ്പരം കുറെ ഇല്ലാത്ത കളവും കൂടി കൂട്ടി മസാല ആക്കിയിട്ട് മാനിപ്പുലേഷൻ. എന്റെ മോൻ ആ ലൈവ് ഇറങ്ങിയ സമയത്ത് ഒട്ടുമിക്ക ആൾക്കാർ മാനിപ്പുലേറ്റ്, ഞാൻ പോലും ഒരു സെക്കൻഡേക്ക് മാനിപ്പുലേറ്റ് ആയി പോയിണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ രീതിയിലാവോ ആക്ഷൻസ്, വർത്താനോ, കോൺഫിഡൻസ്. നമ്മൾ ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റ് ആവുന്നത് ഒരാളെ കോൺഫിഡൻസ് ആയിട്ടുള്ള ടോക്ക് കാണുമ്പോൾ. നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസർ എല്ലാ ആൾക്കാരും ഒന്നും നമ്പണ്ട. അതായത് ഇത്രയും പീക്കിൽ നിൽക്കുന്ന ആൾക്കാർ ഇത്രയും പീക്കിൽ അവർ എത്തിയിട്ടുണ്ട്. അവർ ഇത്രയും ആൾക്കാർ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാം. ഓക്കെ, അതുകൊണ്ട് ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ എല്ലാ ആൾക്കാരെയും ഇതാക്കണ്ട. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. കാരണം ഞാൻ ഈ പൊരക്കുന്ന ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഒരുത്തന. എനിക്ക് ചങ്ങായിമാറില്ല, എനിക്ക് ചങ്ങായിമാർ വേണ്ട. ഞാൻ ഇവന്റെ ഇതിനെക്കാട്ട വേസ്റ്റ് ആയിട്ടുള്ള കുറെ ആൾക്കാർ എൻ്റെ ഒപ്പം ഉണ്ടായിട്ട് എനിക്ക് ചങ്ങായിമാർ എന്താന്നോ എങ്ങനെയാന്ന് എല്ലാം മനസ്സിലായിട്ട് എല്ലാത്തിനും ഒഴിവാക്കി. എനിക്ക് പൊരക്കാറ് മതി. എന്റെ വീട്ടുകാർ എനിക്ക് ഏറ്റവും വലുത്. കാരണം ഇവരൊന്നും ഒരിക്കലും നാളെ ഉണ്ടാവില്ല. പൊരക്കാറ് മാത്രമേ എന്തെങ്കിലും ഇത് വരുമ്പോ നമ്മളൊപ്പം ഉണ്ടാവുള്ളൂ. അത് ഞാൻ അറിഞ്ഞത് കൊണ്ടാണ് എല്ലാത്തിനും ഒഴിവാക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. അപ്പൊ ഈ ഈഗോന്റെ പേരിൽ ഓന്റെ മൊത്തം സാധനം എക്സ്പോസ് ചെയ്തു. ഓക്കെ, ഇവന് എന്നിട്ട് പുതിയ പുതിയ തെളിവ് കാര്യങ്ങളൊക്കെ അവന്മാരെ ഇടാൻ നോക്കുന്നപ്പോഴത്തേക്ക് ഇവന് അതൊക്കെ പൈസ കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്ത് ആ തെളിവൊക്കെ നശിപ്പിക്കുക. ആ സെറ്റിൽമെന്റ് ചെയ്യുന്ന ഇത് ഇവർക്ക് കൊടുത്തിട്ട് ഇവരെ അത് സെറ്റിൽമെന്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല ഇനി മോനെ. എന്തേലും കാണിക്കട്ടെ. എനിക്ക് നിങ്ങളെ വ്യൂവേഴ്സിനോട് നിങ്ങളടുത്തൊരു കാര്യം പറയാനുണ്ട്. അവിടെ നിന്നോടൊക്കെ ഞാൻ പറയാം, നിന്നോടൊക്കെ കൈ തട്ടിയിട്ട് പോലും ഇമാതിരി ഇൻഫ്ലുവൻസറിനെ സപ്പോർട്ട് ചെയ്യല്ലേ ദയവ് ചെയ്തിട്ട്. നിങ്ങൾക്കല്ല എന്ത് മെസ്സേജ് ഇവര് തരുന്നത്. ആൻഡ് അത് കഴിഞ്ഞ ശേഷം ഷമീർ ടീം വേറൊരു ലൈവ് ഇട്ടിക്ക്. അതിന്റെ ബ്രൂട്ടൽ എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തൊപ്പി എന്ന് പറയുന്നത് നിങ്ങൾ നല്ലവനായിട്ട് കാണേണ്ട ക്യാരക്ടർ. അവന്റെ കുറെ സീക്രട്ട് ആയിട്ടുള്ള ഓഡിയോസ് ഇവർ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആണ് സംഭവം. ആ ഹനാൻ ഷാന്റെ വ്ളോഗ് എനിക്ക് പുള്ളിക്കാരനൊന്നും ഇതിന്റെ അകത്ത് മെൻഷൻ ചെയ്യണോ പറയണമെന്നില്ല. അത് കാണുന്നുണ്ട്, എൻ്റെ അത് ക്ഷമിക്കണം. പക്ഷെ എനിക്കിത് പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ ആൾക്കാർ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തപ്പോ എല്ലാ ആൾക്കാരും വീഡിയോക്ക് സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറെ ആൾക്കാർക്ക് ഇവന്റെ തനി സ്വഭാവം ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും തൊപ്പി കുപ്പി എന്ന് പറഞ്ഞിട്ട് ജയ് വിളിച്ചിട്ട് സപ്പോർട്ട് നടക്കുന്ന കുറെ പിള്ളമാരുണ്ട്. പിള്ളമാരാ പറയണ്ടേ, ഇവനൊന്നും കണ്ട് ഒരിക്കലും അനുകരിക്കരുത്. നിങ്ങൾ നല്ലതിനെ പറയുക. ആൾക്കാർക്ക് ഇതെല്ലാം ഇതിന്റെ സീരിയസ്നെസ് ശരിക്കും വെച്ചാൽ ഇവരൊക്കെ ഇത് നോർമലൈസ് ചെയ്ത് കുറെ ആൾക്കാർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓന് ഓൾറെഡി കുറെ തോന്നിയാസം കളിക്കുന്ന ഒരുത്തനാ. അതുകൊണ്ട് തന്നെ ഓന് കഞ്ചാവ് വലിച്ചിന്ന് പെണ്ണ് പിടിച്ചിന്ന് ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ചെറിയൊരു തോന്നിയാസം. അങ്ങനത്തെ രീതിയിൽ നോർമലൈസ് ചെയ്തിരിക്കുക. ആൾക്കാർക്ക് ആർക്കും ഒരു വലിയ ഇതൊന്നും കാണുന്നില്ല. ഐ മീൻ അവിടെ എന്തോരം വലിയ സംഭവം റൂമിൽ ഡ്രഗ്സ് എന്തെല്ലാം കഞ്ചാവ് പെണ്ണുപിടി ഇത് മറ്റേത് കള്ളുകൂടി ഇതൊക്കെ കാണിച്ചു തന്നിട്ട് ഞാൻ അതല്ല എനിക്ക് പോലീസുകാരൊന്നും ഇതൊന്നും കാണുന്നില്ല. ഇതൊന്നും എന്താ ആക്ഷൻസ് ഒന്നും എടുക്കാത്ത ഞാൻ ആലോചിക്കുന്നു. എന്നിട്ട് ഷമീർ ഇപ്പടുത്തെങ്ങാനും ഒരു ലൈവ് ഇട്ട് ആ ലൈവിന്റെ അകത്ത് തൊപ്പിയുടെ കുറെ വോയിസ് സീക്രട്ട് ആയിട്ട് പറയുന്നത് ഇവർ ഫ്രണ്ട് സർക്കിളിൽ ഇരുന്നിട്ട് പറയുന്നതാണ്. മറ്റേ എന്തായിരുന്നു ഏതോ ഒരു ഇനോഗ്രേഷൻ അങ്ങനെ പോകുമ്പോ കാർന്ന് മറ്റേ പാവപ്പെട്ട പെമ്പിള്ളേരെ മറ്റേ ഇതാക്കാൻ പറ്റും എന്നുള്ള ടൈപ്പ് ഓഫ് ടോക്ക്. ഞാൻ അതൊന്നും എനിക്ക് ഇതൊന്നും പറയാനുള്ള താല്പര്യമില്ല. എന്റെ വീഡിയോ കുറെ പിള്ളേർ കാണുന്നുണ്ട്. പക്ഷെ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇമാതിരി ആൾക്കാരെ ഒരിക്കലും സപ്പോർട്ടും ചെയ്യരുത്, ഒരിക്കലും ഇവരെ റോൾ മോഡലൊന്നും ആക്കി വെക്കരുത് എന്നുള്ള രീതിക്ക് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് മറ്റേ ഹനാൻഷാന്റെ ഒരു ഫാമിലി വ്ലോഗ് ഒക്കെ കണ്ടിട്ട് ഞാൻ പറയാം മോനെ, ആ ഇവന്റെ ഓഡിയോ ഒക്കെ ഒറിജിനൽ ആണെങ്കിൽ ഇവൻ ആ ഓഡിയോ ഇറങ്ങിയ സമയത്ത് നൈറ്റ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് പറയുന്നുണ്ട് അത് ആണ്. അവിടെ കോമൺ സെൻസ് ഉള്ള ഒരുത്തനും മനസ്സിലാകാതെ ആണ് എല്ലോന്ന്. അത്യാവശ്യ ബുദ്ധി വിവരമുള്ള എല്ലാ ആൾക്കാർക്കും മനസ്സിലായി ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അത് ഈ 4 പൊട്ടന്മാരെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇതിന്റെ ടൂള് വാങ്ങിച്ചിട്ട് ഞാൻ $1000 കൊടുത്തിട്ട് ഇതിന്റെ ടൂള് വാങ്ങിച്ചിട്ട് ഞാൻ ഒരു ഫിലിമിലെ ഒരു എനിമെ ക്യാരക്ടറിന്റെ വോയിസ് എന്റെ വോയിസ് ആയിട്ട് ആക്കാൻ വേണ്ടിട്ട് പല പ്രോംപ്റ്റും അതും ഇതും കൊടുത്ത് എനിക്ക് ഇത്ര ഒറിജിനാലിറ്റിയിൽ കിട്ടിയില്ല. ഞാൻ കുത്തിയിരുന്നിട്ട് പോലും എനിക്ക് ഇത്ര ഒറിജിനാലിറ്റി കിട്ടിയില്ല. എന്നിട്ട് ഇവന്റെ പക്ക ആക്സെന്റ്, ബാക്ക്ഗ്രൗണ്ടിലെ ട്യൂൺ ആൻഡ് ഹോളിൽ, അതായത് ഒരു ആൾക്കാർ നിൽക്കുന്ന ഒരു ഹോള്, ആ ഹോളിന്റെ ഉള്ളുന്ന ഒരാൾ സംസാരിച്ചുണ്ടാലെ എക്കോ എഫക്ട് അത് ഇതൊക്കെ ബാലൻസിങ് ആയിട്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ
വെച്ച് ഇവർ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് എന്നാ നിങ്ങൾ വല്ല സിനിമയിൽ അവസരം കൊടുക്കണോ, അത്രയും ക്രിയേറ്റിവിറ്റി ഉണ്ട് എന്ന് ഞാൻ പറയും. എന്നിട്ട് ഇവൻ ഇന്നും മാനിപ്പുലേറ്റ് ചെയ്യാണ്. ഈ തൊപ്പി കുപ്പി എന്ന് പറയുന്ന നേരത്തെ വന്നിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പോവാണ് നിങ്ങൾ. അത് ആണ്. വിശ്വസിക്ക്, നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർ വിശ്വസിക്ക്. നിങ്ങൾക്ക് കുറച്ച് ചിന്തിക്കാനും കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് എങ്ങനെയാന്നുള്ള രീതിയിൽ നിങ്ങൾ വിശ്വസിച്ച് WL എന്ന് പറഞ്ഞിട്ട് പോ. എനിക്ക് ഇവരൊക്കെ ഭയന്ന് ഉയരങ്ങളിലേക്ക് എത്തുന്നതിന് കൊണ്ട് വലിയ അസൂയം കിസുവൊന്നും ഇല്ല. ഞാൻ ഇന്നേ വരെ എന്റെ ചാനലിൽ ഇമാതിരി കാര്യങ്ങളെ പറ്റി ഇത്രയും സീരിയസ് ആയിട്ട് ഒരു സംഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല. ഇത് സംസാരിപ്പിച്ചതാണ്. കാരണം ഇത്ര കാലം ഇവനൊക്കെ ഉണ്ടായിരുന്നില്ല. ഇത്ര കാലൊക്കെ ഇവനെല്ലാം ഭയങ്കര പീക്കിൽ നിൽക്കുന്നുണ്ടല്ലോ. ഇത്ര കാലം ഇവന്മാര് തോന്നിയാസെല്ലാം കാണിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇവരിപ്പം കാണിച്ചിരിക്കുന്ന തോന്നിയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കാണിക്കുന്നതല്ല, അതിനെക്കാട്ടോ തരം താന്നിട്ടുള്ള സാധനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സ്ട്രീം ആയിട്ട് നമുക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ണായിട്ട് നമുക്ക് പലത് കാണിക്കാം. ഐ മീൻ കുറച്ച് നമുക്ക് കുറച്ച് നമ്മൾ സ്റ്റാൻഡേർഡ് പോകുന്ന ലെവലിൽ ചെറിയൊക്കെ കാണിക്കാം. ബിക്കോസ് നമുക്ക് എല്ലാ സമയത്തും എല്ലാ ആൾക്കാരുടെ കോണ്ടന്റും എപ്പോഴും സെയിം മോഡൽ തന്നെ കണ്ടോണ്ടിരിക്കും, മടുപ്പ് വരും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെറുത് ആഡ് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ. അതുകൊണ്ട് അത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതും വിചാരിച്ചിട്ട് ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇന്നും ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ ഇതൊക്കെ കോണ്ടന്റ് ആണോ? ഇതൊക്കെ കോണ്ടന്റ് ആണോ നീ പറയുന്നത് സ്ക്രിപ്റ്റ് ചെയ്തിട്ട്? എന്റെ മോനെ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനി ഓരെല്ലാം കൂടി ഒന്നാണ് സ്ക്രിപ്റ്റ് ആണെന്നെല്ലാം പറഞ്ഞിട്ട് വരുന്ന കാര്യങ്ങൾ ആലോചിച്ച് എനിക്കെല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അടിച്ച് മോന്തതിരിക്കാണ് എനിക്കെല്ലാം തോന്നുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് പറയുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല, ഒരു പേടിയും ഇല്ല. എന്റെ ഞാൻ അടിച്ചു പോയാലേ എനിക്ക് ഒരു കുഴപ്പമില്ല. പറയേണ്ട കാര്യം പറയണം. അപ്പം എനിക്ക് അതൊക്കെ ഭയങ്കര വൾഗറായിട്ട് തോന്നിയത് മറ്റേ ഹനാൻസിന്റെ ഫാമിലി വ്ളോഗ് അത് കണ്ടിട്ട് അതിലെല്ലാം പെമ്പിളറെ പറ്റിട്ട് ഇവൻ പറയുന്ന കേൾക്കണോ? നിങ്ങൾ ആ ഓഡിയോ ഒന്നും പോയിട്ട് കേൾക്കാത്ത നല്ലത്. ഞാൻ അതൊന്നും പറയുന്നില്ല. എന്നിട്ട് പറയുന്നത് അത് ആണ്. ഓനിക്ക് നല്ല ഈഗോ. ഹനാൻസ് എന്ന് പറയുന്ന ആള് അത്യാവശ്യം നല്ല വ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ. ആരെയും അത്ര ഹെയ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു സെറ്റ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുപോകുന്ന ഈ തൊപ്പി എന്ന് പറയുന്ന ഓനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്ര അവിടെ എത്താൻ പറ്റാത്ത എന്റെ ഫ്രസ്ട്രേഷൻ, എന്റെ ഈഗോ, അത് വെച്ചിട്ടാണ് ഓന ആ ഒരു ഓഡിയോ ക്ലിപ്പിൽ സംസാരിക്കുന്നുണ്ട്. കേട്ടാ മനസ്സിലാവും നല്ല രീതിക്ക്. ഈ രണ്ട് ടീമും പോക്ക, ഇവരെ ഗ്യാങ് മൊത്തം പോക്ക. എന്നാലും ഞാൻ ഈ പിള്ളേരെ ഫുള്ളായിട്ട് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഇവര് ചെയ്ത ഏറ്റവും വലിയ തെറ്റുന്ന അവരെ അത്ര അവിടെ സഹിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്ര ഇഷ്യൂസും കാര്യങ്ങളും അവിടെ സഹിച്ചിട്ടുണ്ടെങ്കിൽ നീയൊക്കെ സ്പോട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയൊക്കെ ഭാഗത്ത് എല്ലാ ആൾക്കാരും നിന്നേനെ. നീയൊക്കെ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് അത്. ഇത്രയും കാലം അവൻ്റെ ഒപ്പം അതൊക്കെ എൻജോയ് ചെയ്തിട്ട് അവിടുന്ന് കുറെ പ്ലാൻ ചെയ്തിട്ട് കുറെ സംഭവങ്ങൾ കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റ് ഇപ്പം വന്ന് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാൽ നീ പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു അപ്രിസിയേറ്റ് തീർന്നുണ്ട്. കാരണം നീ പറഞ്ഞുകൊണ്ട് ഇവന്റെ ഒക്കെ മുഖം മൂടി ആൾക്കാരെ മനസ്സിലാക്കി. ഞാൻ അതല്ലേ വിചാരിക്കുന്നത്. ഒരു ഫാമിലി വ്ളോഗൊക്കെ കണ്ട് ഇങ്ങനെയൊക്കെ വർത്താനം പറയണെങ്കിൽ ഇവന്റെയൊക്കെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും? ഇവനൊക്കെ എത്ര ഇനോഗ്രേഷന് പോയിന്, എത്ര പെമ്പിള്ളേർ ഫാൻസാ മറ്റേതാക്കാൻ ഇവനക്ക് കൈ കൊടുക്കാൻ പോയിട്ടുണ്ടാവും, എത്ര ഇത്. അപ്പൊ ഒരു പെണ്ണിനെ ഇതാക്കാൻ പറ്റി. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരുത്തന്റെ മൈൻഡ് ഓന് എന്തൊക്കെ തിങ്ക് ചെയ്തിട്ടുണ്ടാവടാ. എത്രയൊക്കെ ആൾക്കാരൊക്കെ തിങ്ക് ചെയ്യടാ. ഇതൊന്നും എന്നിട്ട് നിനക്കൊന്നും ഇത് കേട്ടിട്ട് ആണ് മറ്റേതാണ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മറ്റേ തൊപ്പി എന്നും നല്ല ഒരു മനുഷ്യനാണെന്നൊക്കെ രീതിക്കൊക്കെ നീക്ക് തിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നീയൊക്കെ ഇവന്റെ ഒക്കെ കൂട്ടത്തിലുള്ള ഒരുത്തന്റെ ഇനിയാ. എനിക്ക് ഇതിന്റെ അടുത്തൊന്നും ഇനി കൂടുതലൊന്നും പറയാനില്ല. നീയൊക്കെ ഇനി എന്തെങ്കിലും കാണിക്കുക, എന്തെങ്കിലൊക്കെ ആക്സെപ്റ്റ് ചെയ്യും. എനിക്ക് ഇതൊക്കെയാണ് താല്പര്യം, ഇതിനോടെല്ലാം ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചോണ്ട് നടക്കുക. ഞാൻ ഈ വീഡിയോ കാണുന്ന ചെറിയ പിള്ളേരോടും പാരന്റ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഇവന്റെ ഒന്നും വീഡിയോ അറിയാണ്ട് പോലും പിള്ളേർക്കൊന്നും വെച്ചുകൊടുക്കരുത്. കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതാക്കണം. കഞ്ചാവ്, കള്ള്, പെണ്ണുപിടി എല്ലാ സാധനം ഇതാണ് സമൂഹത്തിന് ഇവന് കൊടുക്കുന്ന ഇൻഫ്ലുവൻസ്. ഇപ്പൊ ആൾക്കാർ പറയും ഇതൊന്നും കണ്ട ആൾക്കാർ ഇൻഫ്ലുവൻസ് ഒന്നും ആവൂലായിരിക്കും. ഞാൻ പറയട്ടെ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഞാൻ ഈ ഒരു സാധനം ഇതെന്റെ ക്യാമറന്റെ ഒരു ക്ലിപ്പാ, ഇത് ഞാൻ നാളെ സെല്ല് ചെയ്യുന്ന എന്നിട്ടൊരു വീഡിയോ ഉണ്ടാക്കി. ആ വീഡിയോ ഒരു 10,000 ആൾക്കാർ കണ്ട് ആ 10,000 ആൾക്കാർ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അൽഗോരിതം ഈ വീഡിയോ കാണിച്ചു കൊടുക്കുള്ളൂ. ഞാൻ ഇത് വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടുന്നതാണെങ്കിൽ ഓക്കെ. അപ്പൊ ഈ 10,000 ആൾക്കാർ ആ വീഡിയോ കണ്ടില്ല, അതിൽ ഒരു 2 ആൾക്കാർക്കെങ്കിലും ഈ സാധനം വേണ്ട വരും. ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടാവും. എന്തായാലും എത്രയാണ് വിൽക്കുന്നത്, അത് കിട്ടുമെന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ ഒരു 10-15,000 ആൾക്കാർ ഇമാതിരി കാര്യങ്ങൾ കാണാൻ അതിന്റെ അകത്ത് ഒരു 4-5 ആൾക്കാർ പോട്ടെ, 10-15,000 ആൾക്കാരല്ല വീഡിയോ കാണുന്നു, 1 മില്യൺ ഒക്കെ വീഡിയോ കാണുന്നു. അതിൽ
ഒരു 10,000 ആൾക്കാർ ഇതിൽ ഇൻഫ്ലുവൻസർ ആവാനാണോ വലിയ പണി? ഇതൊക്കെ ഇവന്മാര് കാണിക്കുമ്പോ ഈ ചെറിയ പിള്ളേരും മക്കളൊക്കെ ഇത് കണ്ടിട്ട് എന്താ പറയാ, ഇവരൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കും കാണിക്കാം. അടി ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ പോലും എന്റെ വീടിന്റെ അകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയും, ഈ കുണ്ടി മറ്റേത് കിറ്റേത്. ആക്ച്വലി ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ. എന്തായാലും ഇപ്പൊ ചെറിയ പിള്ളേരാണ് വലുത് പിള്ളേരാണ് കുറച്ച് ഇതാകുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കും, ഞാൻ അത് പഠിപ്പിച്ചു കൊടുക്കണം. എന്റെ അടുത്ത് കുറെ ആൾക്ക് പറഞ്ഞു നീ കുണ്ടി മറ്റേ എല്ലാം പറയുന്നുണ്ട് അതെല്ലാം കുറച്ച് ഇതാക്കണം അങ്ങനെയൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ അതൊക്കെ അങ്ങനെയൊക്കെ ആൾക്കാരത് പഠിക്കുന്നുണ്ട് വെച്ചാൽ കുറെയൊക്കെ ഞാൻ എന്റെ വീഡിയോ അകത്ത് ഇങ്ങനെ കുറക്കും. എന്റെ ചിലത് അറിയാണ്ട് പറഞ്ഞു പോകും. പക്ഷെ എന്നാൽ കൂടി ഇങ്ങനത്തെ കഞ്ചാവടി വെണ്ണുവടി ഇതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ട് ഇതിനൊരു ആക്ഷൻസും പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ആടത്ത് ഒന്നും ഇവർക്ക് എടുക്കുന്ന കാണുന്നില്ല. അപ്പൊ ആൾക്കാരൊക്കെ ഇവന്റെ ഇത് കണ്ടോണ്ടിരിക്കുന്നു, എന്റെ തോന്നിവാസം കണ്ടോണ്ടിരിക്കുന്നു, മറ്റവന്റെ തോന്നിവാസം കണ്ടോണ്ടിരിക്കുന്നു. അപ്പൊ ഇത് രണ്ടും ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരിൽ കുറച്ച് ആൾക്കാർ ഇവരൊക്കെ ഇങ്ങനെയല്ല, ഇവരൊക്കെ നല്ലോണം യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട്, ഇവർക്കെല്ലാം നല്ല പൈസ കിട്ടുന്നുണ്ട്, അപ്പൊ ഇവർക്കെല്ലാം ഇങ്ങനെ തോന്നിവാസം കാണിക്കും. അപ്പൊ നമുക്ക് എന്താ കാണിച്ചാൽ ഈ ഒരു മൈൻഡ് സെറ്റ് വരും ഇവർക്കെല്ലാം, മനസ്സിലായ? അപ്പൊ അതുകൊണ്ടാ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ഇമാതിരി ആൾക്കാരെ കഴിവുള്ള കുറെ ആൾക്കാരുണ്ട് ഇപ്പോഴും നല്ല എഫേർട്ട് ഇട്ട് നല്ല ക്വാളിറ്റി കണ്ടന്റ്സ് അത്യാവശ്യം എന്റർടൈൻമെന്റ് ഉള്ളത് കാണാൻ പറ്റുന്നത്, ചിരിക്കാൻ പറ്റുന്നത്. നിങ്ങൾ കുറച്ച് ഒരു ഇതെല്ലാം ഉള്ളതെല്ലാം കണ്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇമാതിരി ആൾക്കാരെ ദയവേത് സപ്പോർട്ട് ചെയ്യല്ലേ. ഇതൊക്കെ ഇനി ഇവനൊക്കെ എന്ത് ന്യായീകരിച്ചിട്ട് വേണമെങ്കിൽ നാളെ വരും ഇത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയല്ല, ഇത് അങ്ങനെയാണ്, മറ്റെങ്ങനെ കിറ്റെങ്ങനെയാണ്, ഇത് അതാണ് ഇതാണ്. വിശ്വസിക്കണ്ട, മതി, ഇതൊന്നും ഇനി വിശ്വസിക്കണ്ട. നിങ്ങളെ പറ്റിച്ചോണ്ടിരിക്കും, ഓർക്ക് നല്ല പൈസയും കിട്ടും, ഓര് നാളെ എന്നിട്ട് ഇതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് നാളെ കണ്ടന്റ് ഇടും, ഓർക്ക് അതുകൊണ്ട് ലാഭം. ഇവന്റെ ഒക്കെ വീഡിയോ കാണുന്ന ആരും മറ്റേ 80-40 ഒക്കെ വയസ്സുള്ള ആൾക്കാരല്ല, ഫുള്ള് പിള്ളമാരാ. ഈ ഷമീറും കുമീറൊക്കെ ഇപ്പൊ തൊപ്പിയുടെ കുറെ ഓഡിയോസ് കൊണ്ടുപോയി ലീക്ക് ചെയ്ത് ഇട്ടല്ലോ. ഇപ്പൊ തൊപ്പി എന്ത് ചെയ്യും, തൊപ്പി ബാക്കി കാര്യങ്ങളൊന്നും എക്സ്പോസ് ചെയ്യുന്നില്ല. ഭാഗ്യം അത് എക്സ്പോസ് ചെയ്യാത്തത്, അതിന്റെ അകത്ത് എന്തൊക്കെയോ ബറുതലുണ്ടെന്ന് പറഞ്ഞു, അത് എക്സ്പോസ് ചെയ്യുന്നില്ല. അവനിപ്പോ ഡയറക്റ്റ് കേസിന് പോയിട്ടേ ഉള്ളതെന്ന് പറഞ്ഞത്. നമ്മള് ഇനി ഇവർക്കെതിരെ കേസ് കൊടുക്കും, ഞാൻ തൊപ്പി പറയാണ് ഞാൻ ഇനി എക്സ്പോസ് ചെയ്യുന്നില്ല, എക്സ്പോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോസ് ആകത്തേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് കേസിന് എനിക്കിത് ഫസ്റ്റേ ചെയ്തൂടെ, നിന്റെ ഭാഗത്ത് ഫുള്ള് ശരിയാണെങ്കിൽ നിനക്കിത് ഫസ്റ്റേ ചെയ്തൂടെ, നീ എന്തിന് പിന്നെ ഇത് എല്ലാവരും വന്ന് പറഞ്ഞു. ഇപ്പോഴാണ് എനിക്കിത് വെളിവും വെള്ളിയാഴ്ച വന്ന്, ഇത് വെളിവും വെള്ളിയാഴ്ച വന്നല്ല. എന്നെ തൊപ്പി എക്സ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെന്തായാലും അടുത്ത അതിനുള്ള എക്സ്പോസ് തിരിച്ച് അങ്ങോട്ട് കൊടുക്കും. അപ്പൊ തൊപ്പിനെ വീണ്ടും കുറെ ആൾക്കാർ മനസ്സിലാവും. അത് പേടിച്ചിട്ടാണ് ഇപ്പം ഇത്ര കാലം എനിക്ക് തോന്നുന്നു തൊപ്പിക്ക് അറിയില്ലായിരുന്നു ഇവരുടെ അടുത്ത് ഇത്ര എവിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊപ്പി ചിലപ്പോൾ പൈസ കൊടുത്ത് ഇവരെ സെറ്റിൽമെന്റ് ചെയ്തേനെ. അത് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇതിപ്പോ പുറത്തിറങ്ങിയാലാണ് ഇപ്പൊ ഓൻ തന്നെ മനസ്സിലാവുന്നത് ഇത്രയും കാര്യങ്ങൾ ഓഡിയോസ് എല്ലാം ഇവരെ പിടിച്ചു വെച്ചിട്ടുണ്ടേനു. അതുകൊണ്ട് തന്നെ എന്തായി ഇത് തൊപ്പി മറ്റേ എക്സ്പോസ് തേങ്ങാന്ന് പറഞ്ഞിട്ട് എന്തായാലും വീഡിയോസ് ഒന്നും ഇടാൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷേങ്കിൽ കേസിന് പോയിട്ടുണ്ട്. കാരണം ഇനി തൊപ്പി എക്സ്പോസ് നടത്തി ഇവരെ ഷമീറിന്റെയും മമ്മൂന്റെ സാധനം കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവരെ ഷമീറും മമ്മൂന്റെ കൈമിലൊക്കെ ഇവന്റെ ഇന്നും കുറെ കൂതറ സാധനങ്ങളുണ്ട്, അതൊക്കെ കൊണ്ടുപോയിട്ട് ഇട്ടു. എനിക്ക് ഇത്രേ കാര്യം നിങ്ങളടുത്ത് പറയാനുള്ളൂ. നിങ്ങൾ ദയവേദി ഇവന്മാരെ ആരെയും കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവരുത്. ഇനിയെങ്കിലും ഇമാതിരി ആൾക്കാരെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എല്ലാം നിങ്ങൾ ഇഷ്ടം. ഞാൻ എന്റെ പേഴ്സണലി പറയും നിങ്ങൾ ഇമാതിരി ആൾക്കാരെ സപ്പോർട്ട് ചെയ്യേണ്ട. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇതിനും കാട്ടെ കഴിവ് ഇതൊക്കെ ഉള്ള അത്യാവശ്യം നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കുറെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നല്ല കഴിവുള്ള കുറെ ആൾക്കാർ. അവന്മാരൊക്കെ പോയിട്ട് സപ്പോർട്ട് ചെയ്യും. എന്നാൽ അറ്റ്ലീസ്റ്റ് അവർക്കും കുറച്ച് സന്തോഷമാവും, നിങ്ങൾക്ക് കുറച്ച് നല്ല കാര്യമുള്ള കാര്യങ്ങളും കിട്ടും. പ്രശ്നമൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം എല്ലാം മനസ്സിലായിട്ടില്ലേ? ഒന്നുമില്ല, ഒരു ഗ്രൂപ്പിൽ അടി ഉണ്ടായി, രണ്ടുപേർക്ക് ഈഗോ ആയി, പൈസ തന്നിക്കില്ല എന്ന് പറഞ്ഞ ഒരുത്തും മറ്റവന്റെ എല്ലാ കുറ്റങ്ങളും പുറത്തിട്ട് ഇവന്റെ കുറ്റങ്ങൾ ഫുള്ള് പുറത്തിട്ട് എന്റെ നാട്ടുകാർ മൊത്തം ഇവരെ അവരാത് തോന്നിവാസം കണ്ടോണ്ടിരിക്കും. എന്നിട്ട് ഇതൊക്കെ നോർമലൈസ് ചെയ്ത് അവരെ തോന്നിവാസം അത് അത്രേ ഉള്ളൂ, അവൻ പണ്ടേ ഇത്രയല്ല കളിക്കുന്നതല്ല, അതുകൊണ്ട് ഇറ്റ്സ് നോർമൽ. ഐ ഡോണ്ട് നോ ഗൈസ്, ചിന്തിക്കാം. എനിക്ക് ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതിനെക്കാട്ടിൽ ഏറ്റവും ബെറ്റർ ആരായിരുന്നു അറിയാം? നമ്മളെ ഷാജഹാൻ, പോത്ത് ഷാജഹാൻ. പുള്ളിക്കാരെ അന്ന് നമ്മളെ കുറെ എന്തൊക്കെയോ പറഞ്ഞ് പറ്റിക്കാൻ നോക്കി, ഓക്കെ സമ്മതിച്ചു. പുള്ളിക്കാരെ കഞ്ചാവ്, കള്ള്, വെണ്ണുവടി ഇമാതിരി ഒരു സാധനം സോഷ്യൽ മീഡിയ കൊണ്ടായിട്ട് ഇതാക്കിയിട്ടില്ലായിരുന്നു. ഇത് വെച്ച് നോക്കുമ്പോ ഇവരൊക്കെ കാട്ടെ എത്രയോ ബെറ്റർ. നിങ്ങൾ പൊന്നാണ്, മുത്ത്. ബൈ. അതിന്റെ ഒപ്പം പറഞ്ഞ വേറൊരു ഡയലോഗും കൂടി ഉണ്ട്. ഈ മമ്മൂനും ജാസ്മിനെല്ലാം 10 തലമുറ ജീവിക്കാനുള്ള പൈസ അവന്റെ കൈമിൽ ഉണ്ട് പോലും. പറ്റുവാണല്ലേ ഇൻകം ടാക്സ് ഒന്നും അവന്റെ പുരക്ക് ഇറങ്ങിയിട്ട് ചെയ്യുന്ന നല്ലതായിരിക്കും.